ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പാവക്ക പച്ചടി കയ്പ്പക്ക പഴുത്ത കയ്പ്പക്കയാണ്. പച്ചയോ ഉപയോഗിക്കാം, പഴുത്തതാണ് കൂടുതൽ ടേസ്റ്റ്. കയ്പ്പും കുറച്ച് കുറയും. നമുക്കിതിൻ്റെ വിത്ത് നന്നായി എടുത്ത് ഇങ്ങനെ മാറ്റാം. ഒരു പാത്രത്തിലേക്ക് മാറ്റാം. എന്നിട്ട് ചെറുതായിട്ട് മുറിച്ചെടുക്കാം. ഞാൻ പുറം ഭാഗം കഴുകിയിട്ട് കീറി വെച്ചതാണ്. നമ്മുടെ കയ്പ്പക്ക മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇതിന് നന്നായി വേവിച്ചെടുക്കണം. നല്ല സദ്യ സ്പെഷ്യൽ ഏതെങ്കിലും ഒരു വിശേഷ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതുമായ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഇതിനധികം കയ്പ്പൊന്നും ഉണ്ടാവില്ല. നമുക്കിത് വേവിച്ചെടുക്കാം. ഞാൻ ഈ കയ്പ്പക്ക കുക്കറിലാണ് വേവിക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു പച്ചമുളക് 4 കഷ്ണാക്കി മുറിച്ചിട്ടുണ്ട്. ഒരു തണ്ട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഉപ്പിപ്പം ചേർക്കുന്നില്ല. ഇനി കുക്കർ അടച്ചിട്ട് വേവിച്ചെടുക്കാം. ഹൈ ഫ്ലെയിമിൽ 4ാമത്തെ വിസിലാണ്. നന്നായി വേവണം. സ്റ്റൗ ഓഫ് ചെയ്യാം. ഇത് നമുക്ക് ചീനച്ചട്ടി വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. കുറച്ച് മതി. വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ നമുക്ക് ഉണക്കമുളക് ഇട്ട് കൊടുക്കാം. ഉണക്കമുളക് നന്നായി വീർത്ത് വരണം. നന്നായി വീർത്ത് വരുന്നുണ്ട്. ആ തന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പില നല്ല പൊടിഞ്ഞ് വരുന്ന ആ രീതിയിലാകണം. കരിയാനും പാടില്ല, ആകാതിരിക്കാനും പാടില്ല. സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് കരിഞ്ഞതിന് മുമ്പായിട്ട് ഇത് കോരി മാറ്റിയെടുക്കാം. ഒരു മുറി തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട്. ഒരു മുറി തേങ്ങ, ഈ വറുത്ത ഉണക്കമുളക്, കറിവേപ്പില, കാന്താരിൻ്റെ ടേസ്റ്റ് വേണമെന്നുള്ളവർക്ക് 2-3 കാന്താരി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിത് ചാന്ത് പോലെ നന്നായിട്ട് അരച്ചെടുക്കണം. പ്രഷറെല്ലാം പോയതിന് ശേഷം തുറന്നിട്ടുണ്ട്. നമുക്ക് തേങ്ങ അരക്കുന്ന സമയത്ത് തൈരോ ഈ വേവിച്ച വെള്ളമോ ചേർത്തിട്ട് അരച്ചെടുക്കാം. ഇതിന് ചൂടുള്ളത് കൊണ്ട് ഞാനിപ്പം കുറച്ച് നമ്മൾ തൈരില്ലാതെ പുളി കൊണ്ടാണ് ഉണ്ടാക്കുന്നതെങ്കിൽ പുളി ഈ കൂട്ടത്തിൽ നമുക്ക് അരച്ചെടുക്കാവുന്നതാണ്. കുറച്ച് തൈര്, ലൂസായ തൈരാണ്. പുളിയായാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. തേങ്ങ നന്നായി അരിഞ്ഞതിന് ശേഷം 1 ടീസ്പൂണ് കടുക് കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുകൊന്ന് പൊട്ടിച്ചെടുക്കുക. പിന്നെ പാവക്ക ഉടച്ചെടുക്കണം എന്നുള്ളവർക്ക് കയ്യിൽ കൊണ്ടുടച്ചെടുക്കുക, അല്ലെങ്കിൽ ഇതിലിട്ടിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കുക. ഞാൻ കയ്യിൽ കൊണ്ടുടച്ചെടുക്കലാണ്. കടുകൊന്ന് നമുക്ക് തരക്കിയെടുക്കാം. കടുകും തേങ്ങയെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്ത് ഇതിനെ കൊണ്ട് ഞാൻ ഉടച്ചെടുക്കലാണ്. നന്നായി ഉടഞ്ഞോട്ടെ. പാവക്ക വെന്ത് കഴിഞ്ഞാൽ കയ്പ്പ് കുറയും. നന്നായി വെന്താൽ, വേവാതെ കയ്പ്പക്ക കയ്പ്പ് കൂടുതലായിരിക്കും. പഴുത്തതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. പച്ച ഉപയോഗിക്കാം. പച്ചയാകുമ്പം ഇതിൻ്റെ അളവ് കുറച്ചാൽ മതി. ഒരു ചെറിയ കഷ്ണം മതി. നന്നായിട്ട് അരച്ചെടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. ഞാൻ ഉപ്പ് ചേർക്കാൻ മറന്നുപോയി കേട്ടോ. ഉപ്പ് ഇത് അടിക്കുന്ന സമയത്ത് ഉപ്പ് ചേർക്കണം എന്ന് വെച്ചാൽ മറന്നുപോയി. ഒരു ടീസ്പൂൺ നന്നായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഉപ്പും കയ്പ്പക്ക വേവിച്ച വെള്ളവും എല്ലാം കൂടി ചേർത്ത് നല്ല പച്ചടി റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് വെള്ളം കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തിളപ്പിച്ച് തണുത്ത വെള്ളം ചേർക്കാം.
ഒരു തണ്ട് കറിവേപ്പില നന്നായി ഞെരടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് ചേർക്കാം. ഇപ്പം ഞാൻ പാകത്തിനിട്ടു. ഈ കറി പാകത്തിന് പുളി നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പുളി അധികം വേണ്ട. കുറച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പുളി വരും. പിന്നെ പാകത്തിന് പുളിയായിട്ടാകുമ്പോൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ നമുക്ക് 2-3 ദിവസം ഈ പച്ചടി ഉപയോഗിക്കാവുന്നതാണ്. ഇനി ഞാൻ ഇതിന് വറുത്ത് ചേർക്കട്ടെ. നേരത്തെ മുളക് വറക്കാൻ ഉപയോഗിച്ച അതേ വെളിച്ചെണ്ണയിൽ നമുക്ക് കടുകിട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ. കയ്പുള്ള കറിക്കെല്ലാം കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ വേണം. ഇതിന് കയ്പില്ലാത്തതുകൊണ്ടാണ് ഞാൻ വേറെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിക്കാത്തത്. കടുക് പൊട്ടുമ്പോൾ 1 ഉണക്കമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കും. സ്റ്റവ് ഓഫ് ചെയ്യാം. നമുക്കിതിലേക്ക് കോരി ഒഴിക്കാം. നമ്മുടെ നല്ല ടേസ്റ്റുള്ള പച്ചടി 1 ദിവസമാക്കിയാൽ 3 ദിവസം ഉപയോഗിക്കാം. പാകത്തിന് പുളിയായിട്ടാകുമ്പോൾ ഫ്രിഡ്ജിലേക്ക് മാറ്റിയാൽ മതി. നല്ല ടേസ്റ്റാണ്. കയ്പൊന്നും ഉണ്ടാവില്ല. പഴുത്തതാണെങ്കിൽ അടിപൊളിയാണ്. പച്ച ഉപയോഗിക്കുക. പച്ചേൻ്റെ അളവ് ഉണ്ടാക്കുന്ന സമയത്ത് കുറവ് എടുത്താൽ മതി. പാവക്ക ഇത്ര വലിയ ഒരു പാവക്കേൻ്റെ ആവശ്യമില്ല. ഒരു കഷ്ണം ഉപയോഗിച്ചാൽ മതി. നല്ല ടേസ്റ്റി പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഞങ്ങൾ വാവ്, ഓണം, വിശേഷ ദിവസങ്ങളിൽ ഉണ്ടാക്കുന്ന പച്ചടിയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുക. ഇതുപോലെ ഉണ്ടാക്കിയാൽ